ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റേഡിയോ നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റ് നമ്മൾ ഈ ഫ്ലാറ്റ് റോഡിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഓടി തന്നെയാണ്. അപ്പോൾ ഈ റേഡിയോ നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ സർക്യൂട്ടും നിർമ്മാണ രീതികളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മീഡിയം വേവ് റേഡിയോ, സൂപ്പർ ഹെറ്ററോഡൈൻ റേഡിയോ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതാണ്. സ്ക്രാപ്പിൽ നിന്നും കിട്ടിയ കുറച്ച് ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വളരെ എളുപ്പം തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. പഴയ കാലത്ത് BF 494 അല്ലെങ്കിൽ BF 194 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഓസിലേറ്റർ സെക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പഴയ കാലത്തെ ഒരു ചിന്താഗതി അങ്ങനെ തന്നെ ആയിരുന്നു. BF സീരീസിൽ അതാണ് RF സൈഡിലോട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നായിരുന്നു നമ്മുടെയൊക്കെ വിശ്വാസം. യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു ട്രാൻസിസ്റ്റർ അല്ല, നമുക്ക് മറ്റു സാധാരണ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന BC 547 അത് ഓഡിയോ സെക്ഷനിലായിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപയോഗിച്ചും നമുക്ക് ഈ റേഡിയോ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സത്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. വളരെ രസകരവും വളരെ ലളിതവുമായ രീതിയിലാണ്. ഞാനിത് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ ഒരു റേഡിയോയിൽ നിന്ന് ഇളക്കിയെടുത്ത സാധനങ്ങളാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ആവശ്യം ഫാരറ്റ് റോഡാണ്, അതിനകത്തൊരു കോയിലും ഉണ്ട്. പിന്നെ അത് 2 എണ്ണം എനിക്ക് കിട്ടിയിരുന്നു, ഞാൻ 2ഉം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതൊരു ഗ്യാങ് കപ്പാസിറ്ററാണ്, ഗ്യാങ് കണ്ടൻസറാണ് വേണ്ടത്. പലയിടത്തും പല പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. വേരിയബിൾ കപ്പാസിറ്റർ എന്ന് ടെക്നിക്കലായിട്ട് നമുക്ക് പറയാം. അപ്പം ഇത് FM-ലും മീഡിയം വേവിലും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ വ്യത്യാസമുണ്ട്. അതായത് ഈ സൈഡിലെ കപ്പാസിറ്റൻസും ഇപ്പുറ സൈഡിലെ കപ്പാസിറ്റൻസും വ്യത്യാസമാണ്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് തന്നെ നോക്കാം. പിന്നെ ഒരു ഓസിലേറ്റർ കോയിലാണ്. ഓസിലേറ്റർ കോയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ചുമല കളർ റെഡ് കോറാണ് അതിൻ്റെ ഓസിലേറ്റർ കോയിലിന്. അതിനകത്ത് കപ്പാസിറ്റർ ഒന്നും തന്നെ കാണത്തില്ല. പിന്നെ ഉള്ളത് ഒരു IFT ആണ് വേണ്ടത്. അത് ബ്ലാക്ക് കളറിലാണ്. അതായത് നിങ്ങൾക്ക് ബ്ലാക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് വേറൊരു കളറാണ്. കോറ് ഒരു ഏകദേശം ഒരു കാപ്പിപ്പൊടി കളറിലാണ്, ചിലത് ബ്ലാക്ക് വരും. അത് ഡിറ്റക്ടർ സൈഡിലെ, അതായത് നമ്മുടെ OA79 ഡയോഡിനോട് ചേർന്നുള്ള ഏത് IFT വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അതായത് കപ്പാസിറ്റർ ഉണ്ട്, ഇൻറ്റേർണലായിട്ടൊരു കപ്പാസിറ്ററും ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇതാണ് വേണ്ടത്. ഇപ്പോൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് നല്ലതാണെങ്കിൽ മാത്രമേ ഉപയോഗിച്ചാൽ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, പിന്നെ വേണ്ടത് BC 547, അത് BOCO, അത് ഏതായാലും കുഴപ്പമില്ല, ഒരു ട്രാൻസിസ്റ്ററാണ് വേണ്ടത്. പിന്നെ കുറച്ച് റെസിസ്റ്ററുകൾ, കപ്പാസിറ്ററുകൾ, ഇതെല്ലാം ഞാൻ പഴയ സ്ക്രാപ്പിൽ നിന്ന് എടുത്ത റേഡിയോയിൽ ഇളക്കിയെടുത്തതാണ്. അപ്പം പിന്നെ ആകെ ഞാൻ ഇതിനകത്ത് പുതിയതായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഈ ട്രാൻസിസ്റ്ററും പിന്നെ ഈ കപ്പാസിറ്ററും മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ വേണ്ടത് ഞാനിത് ഈ റേഡിയോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. അതായത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണിത്. 3.7 വോൾട്ടിൻ്റെ ലാപ്ടോപ്പ് ബാറ്ററി. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു എലിമിനേറ്റർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഭയങ്കര നോയ്സൊക്കെയാണ്. ചിലപ്പോൾ റേഡിയോ ഒക്കെ വളരെ കേൾക്കാനൊക്കെ വളരെ പാടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. 5 വോൾട്ടാണ് ഇതിന് വേണ്ടത്. ഞാനൊരു 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതെങ്ങനെയാണ്. ഇതാണ് മീഡിയം വേവ് ആൻറ്റിന. അപ്പോൾ ആൻറ്റിന കോയിൽ നമ്മൾ കണ്ടു. ഇതാണ് ആൻറ്റിന കോയിൽ. അപ്പം ഇതിൻ്റെ ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ച ഒത്തിരി കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വലിയ ചുറ്റുള്ള സൈസ് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കോയിലിന് നീളക്കുള്ളായിരിക്കും, റോഡ് അത്തിരി ദൂരമുണ്ട്, ഒത്തിരി വലിയ കോയിലായിരിക്കും ഒരു സൈഡിലെ. അതാണിത്. ഇവിടെയാണ് നമ്മൾ ഗ്യാങ് കപ്പാസിറ്റർ കൊടുക്കുന്നത് ഈ ട്യൂണിങ് ചെയ്യാനായിട്ട്. ഇപ്പുറത്ത് സെക്കൻഡറി, ഇതാണ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കപ്പാസിറ്റർ വെച്ച് ട്യൂൺ ചെയ്യുമ്പോൾ
ഒരു ഫ്രീക്വൻസി അവിടെ സെറ്റ് ആവുകയാണ് ഏതെങ്കിലും റേഡിയോ സ്റ്റേഷൻ കിട്ടുമ്പോൾ. അത് കിട്ടുമ്പോൾ അതിൽ ഇവിടെ വൈദ്യുതി ഉണ്ടാവുകയും അപ്പോൾ ഉടനെ തന്നെ ഇപ്പോൾ കാരണം വെച്ചാൽ ഇവിടെ വൈദ്യുതി ഉണ്ടാവും, വേറെ എങ്ങും നമ്മളെ സപ്ലൈ ആയിട്ട് ബന്ധമില്ല. ഇത് ഒരു ആൻറ്റിനയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഔട്ട്പുട്ടിൽ ഈ കറണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബേസ് വഴി ഇത് ആംപ്ലിഫിക്കേഷൻ ചെയ്ത് ആണ് ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ ചെയ്യും. ഈ ട്രാൻസിസ്റ്റർ യഥാർത്ഥത്തിൽ ഒരു RF ആംപ്ലിഫയറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഓസിലേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഓസിലേറ്റർ കോയിലാണ്. ഈ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഈ എമിറ്ററിലൂടെയാണ് കൊടുത്തത്. ഇത് സത്യം പറഞ്ഞ ഒരു മിക്സറാണ്. ആംപ്ലിഫയറും മിക്സറൂടെയാണ് ഈ ട്രാൻസിസ്റ്റർ. എമിറ്ററിലൂടെ കൊടുക്കുമ്പോൾ ഇത് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വന്നിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആയിരിക്കും. അത് 455 kHz ആണ്. ആ 455 kHz-ന് ഈ IFT ഇപ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റർ വരച്ചിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു പാരലൽ റെസോണൻ്റ് സർക്യൂട്ട്, ട്യൂൺഡ് സർക്യൂട്ടാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ ആ ട്യൂണായിട്ടുള്ള ഇത് മാത്രമേ ഇതിലൂടെ കടത്തി വിടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ 455 kHz മാത്രം ഔട്ട്പുട്ടിലോട്ട് വരും. ഔട്ട്പുട്ടിൽ വരുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സിഗ്നലാണ്, അതായത് AM. അപ്പോൾ AM എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു ക്യാരിയർ, അതിൻ്റെ 2 വശങ്ങളായി പോസിറ്റീവ് സിഗ്നലും നെഗറ്റീവ് സിഗ്നലും. അപ്പം ഈ ഡയോഡ് ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്ത് ഏതെങ്കിലും ഒന്ന് മാത്രം കടത്തി വിടും. ശേഷം RC സർക്യൂട്ട് ഉപയോഗിച്ച് ഹൈ ഫ്രീക്വൻസി നമ്മൾ കട്ട് ചെയ്ത് കളയും. അതിനുശേഷം നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നു. അതാണ് ഇതിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. നമ്മുടെ IFTയുടെ കണക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള രീതിയിലാണ് ആ കണക്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട്, താഴെ കാണിച്ചിരിക്കുന്നത് ഓസിലേറ്റർ കോയിലാണ്, അതിൻ്റെ കണക്ഷനും കൃത്യമായിട്ട് നോക്കി സോൾഡർ ചെയ്യണം. ദീർഘമായതുകൊണ്ട് അതിൻ്റെ അടുത്ത ഭാഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം.